പെരും മഴയത്ത് വാവയും കൂട്ടി ഒന്ന് അക്കിപ്പഞ്ചർ ചെയ്യാൻ ഇറങ്ങിയതാ. അക്കിപ്പഞ്ചർ വാവയ്ക്കല്ല കേട്ടോ, അമ്മയ്ക്കാണ്. ഈ അക്കിപ്പഞ്ചർ എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത് ഒന്ന് കാണാനുള്ള അവസരമുണ്ടല്ലോ എന്ന് കരുതിയതാ. പക്ഷെ ആ ഹോസ്പിറ്റലിലേക്ക് അമ്മ കയറിപ്പോയതും ദേ പോയി ദാ വന്നു എന്ന കണക്കായിപ്പോയി. എന്തായാലും ഞങ്ങൾക്ക് മഴ കാരണം വണ്ടിയിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരും മഴ. വാവയ്ക്കാണെങ്കിൽ മഴ ആസ്വദിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, വണ്ടിയിൽ അടച്ചു മൂടിയിട്ട് ഇരിക്കേണ്ടി വന്നു. അത്രയ്ക്കും മഴയായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് സനാമയ്ക്ക് ഹോമിയോ മരുന്ന് വാങ്ങിക്കണമായിരുന്നു. അതും സനാമയുടെ സ്വന്തം ആനി ഡോക്ടർ. ദേ നോക്കിയേ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ ആരാ പോകുന്നത്? സ്വരമോളെ ആദ്യമായിട്ടാണ് ആനി ഡോക്ടർ കാണുന്നത്. പിന്നെ ഭയങ്കര സൗഹൃദമായിരുന്നു അവിടെ. അമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്ന കൂട്ടത്തിൽ മകൾക്കും കൊടുത്തു 2 മുട്ടായികൾ. നല്ല രസമാണല്ലേ ഈ വെളുത്ത കുഞ്ഞു മുട്ടായികൾ കഴിക്കാൻ. ചെറുപ്പത്തിൽ എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഹോമിയോ മരുന്ന്. അമ്മയ്ക്കും ഹോമിയോ മരുന്ന് ഫേവറേറ്റ് ആയതുകൊണ്ട് പാവയ്ക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ? എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് മുടക്കമില്ലാത്ത ചില കാര്യങ്ങളാണ് ഈ തിരുഹൃദയ ദേവാലയത്തിൽ ഒരു തിരി കത്തിക്കുക എന്നുള്ളത്. പുറത്തൊക്കെ പോകുമ്പോൾ ഒരിക്കലും മുടക്കമില്ലാത്ത ചില കാര്യങ്ങളാണ് ഇത്. മഴയല്ലേ, രോഗങ്ങളുടെയൊക്കെ സമയമാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ? വാവയെ പോലെ തന്നെ നിങ്ങളും മഴയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാറില്ലേ? പിന്നെ തിരിച്ചു വന്നതിന്റെ അമ്മയോടുള്ള പരിഭവവും കേടും എല്ലാം കൂടെ ഒന്നിച്ചു തീർക്കുന്നുണ്ട്. മരുന്ന് അമ്മയ്ക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ വാവയ്ക്കും 2 മുട്ടായി. നല്ല രസമാണല്ലേ? എന്തായാലും സനാമയ്ക്ക് മരുന്ന് കഴിക്കുമ്പോഴൊക്കെ വാവയും വന്നിരിക്കാറുണ്ട്. ഓരോ മുട്ടായി വാവയ്ക്കും കിട്ടാറുണ്ട്. അങ്ങനെ ഇനി ഗുരുവായൂർ കൂടി വാവയ്ക്ക് ചോറൂണ് ബാക്കിയുള്ളത് കൊണ്ടാണ് എല്ലാ ഭക്ഷണവും ഇപ്പോൾ വാവയ്ക്ക് കൊടുക്കാൻ പാടില്ലാത്തത്. അങ്ങനെ ഇന്നത്തെ മഴ ആസ്വാദനവും ഫ്രീ ആയിട്ട് കിട്ടിയ മുട്ടായികളും ഒക്കെ ആയിട്ട് വാവ ഇന്ന് നല്ല ഹാപ്പിയിലാണ്. ഞങ്ങളും ഹാപ്പി ലൈഫ്.